നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം. ഈ നക്ഷത്രങ്ങളുടെ 2026 ഗുണദോഷമായ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ദശയിൽ ജനിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ 3 നക്ഷത്രങ്ങളും. കാർത്തിക നക്ഷത്രത്തിന് കഴിഞ്ഞ വർഷം പൊതുവെ വളരെ മെച്ചമൊന്നും അല്ലായിരുന്നു. വളരെ ആരോഗ്യപരമായിട്ടും ഓരോ രോഗാതുരമായിട്ടൊക്കെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ അലച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും ആരോഗ്യപരമായിട്ട് വളരെ സ്ട്രെസ്സും വേദനകളും ഒക്കെ തന്നൊരു വർഷമാണ് 2025. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഈ 2026 നിങ്ങൾക്ക് ഗുണഫലം തന്നെ തരുന്നൊരു വർഷമാണ്. എന്നാൽ ഗുണദോഷ സമ്മിശ്രം തന്നെയായിരിക്കും നിങ്ങളുടെ സാഹചര്യം. എന്നാലും തൊഴിലിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ മേഖലയിൽ, അത് സാമ്പത്തിക മേഖല ആയിട്ട് നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാകും. ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും അതേസമയം തന്നെ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അവർക്കും ഒരു വിജയസാധ്യത കൈവരുന്നൊരു സമയം തന്നെയാണ് ഈ 2026. ആ കഴിഞ്ഞുപോയ മനപ്രയാസങ്ങളൊക്കെ മാറി ഒരു നല്ല അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരുവാനും ഒക്കെയും നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ഈ വർഷവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊരു വർഷ മധ്യത്തോടു കൂടി ആയിരിക്കും. അത് ആരംഭകാലത്തെങ്കിലില്ല, വർഷ ആരംഭത്തിൽ കുഴപ്പമില്ല, വർഷ അവസാനം കുഴപ്പമില്ല, മധ്യഭാഗത്തോടു കൂടി ഈ രോഗത്തിൻ്റെ ഒരു ചെറിയ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് തലപൊക്കാം. പക്ഷെ എന്നാലും അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. മാസങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് പോകും തോറും അതിൻ്റെ അവസ്ഥ കുറഞ്ഞു തന്നെ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉള്ളവർക്കും അനുകൂല സമയം തന്നെയാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാനും ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുവാനും തൊഴിലിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുവാനും, അതായത് ഒരു പ്രമോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ തൊഴിൽ പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. പിന്നെ മാതാപിതാക്കൾക്കും സ്വസ്ഥതയായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും ഊഷ്മളതയുമായിരിക്കും. ഒരു ഭാര്യ ഭർത്താവായിട്ടാണെങ്കിലും, തിരിച്ച് സ്ത്രീ ആണെങ്കിൽ ഭർത്താവും കുടുംബമായിട്ടാണെങ്കിലും, തിരിച്ച് ആണാണെങ്കിൽ അവർക്ക് ഭാര്യയും കുടുംബമായിട്ടൊക്കെയും സന്തോഷപരമായിട്ട് വിനോദയാത്ര, തീർത്ഥാടനങ്ങൾ, ഇങ്ങനെയൊക്കെയും യാത്രകൾക്കൊക്കെയും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. പിന്നെ നിങ്ങൾ ആദിത്യ ദശയിൽ ജനിച്ചവരായതുകൊണ്ട് നിങ്ങൾ ഓം ആദിത്യായ നമ എന്നുള്ള ആദിത്യ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യനെ ഭജിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓം സൂര്യായ നമ എന്ന് പറയാം. അല്ലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, എഴുന്നേറ്റ ഉടൻ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ നമസ്കരിച്ചിട്ട് ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ്. ഓം ആദിത്യായ നമ എന്ന് ജപിക്കുന്നതും നിങ്ങൾക്ക് വളരെ അത്യുത്തമമാണ്. ഞായറാഴ്ച മഞ്ഞ വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഉചിതമാണ്. മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യൻ്റെ കളറായിട്ടാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് ആ മഞ്ഞ വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് നിങ്ങൾക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ശിവക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് നല്ലതാണ്. ഭഗവാന് ധാര അല്ലെങ്കിൽ വില്വപത്രമാല ഇതൊക്കെയും കൊടുക്കുന്നതും നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ്. ശനിയുടെ ഒരു അപഹാരവും നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പോകുവാനും ശനിയെ പ്രാർത്ഥിക്കുവാനും ഭഗവാന് 3 പ്രദക്ഷിണം വയ്ക്കുക, ജലധാര, തന്നെ രുദ്രാഭിഷേകം, അതോടൊപ്പം വേണേൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കാം. കൂടുതൽ സമയം ശിവപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുക. ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. 101 ഉരു ജപിക്കാം. സമയമില്ലാത്തവരാണെങ്കിൽ 11 ഉരു ജപിച്ചാലും മതി. ഒന്നെങ്കിൽ ഒരു കിടക്കുന്നതിന് മുമ്പായിട്ട് ജപിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടൻ തന്നെ ജപിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ്. അപ്പോൾ ശനിയുടെ അപഹാരത്തെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ വളരെ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം അറിയാമല്ലോ, അയ്യപ്പൻ്റെ നക്ഷത്രമാണ്. ഭഗവാൻ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ നക്ഷത്രമാണ്. അപ്പം ഐശ്വര്യവും ശ്രേയസ്കരവുമായ ഒരു നക്ഷത്രം തന്നെയാണ്. അതും ആദിത്യ ദശയിൽ തന്നെ ജനിക്കുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് എത്ര മൂടി വെച്ചാലും ബ്രൈറ്റായിട്ട് തന്നെ അത് വരും. കാരണം ആദിത്യൻ അങ്ങനെയാണല്ലോ, ഊർജത്തിൻ്റെ പ്രഭാവമല്ലേ. എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ് സൂര്യൻ. അപ്പോൾ ആ പ്രഭാവം ഇവരിലും കാണാം. അപ്പം നിങ്ങൾക്കും സാമ്പത്തികമായിട്ട് അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടും. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ക്ലേശകരും ഒന്നും കാണുന്നില്ല. എന്നാൽ ഈ ചെവി സംബന്ധമായിട്ടും ഈ തൊണ്ട സംബന്ധമായിട്ടും ഒക്കെ അലർജി സംബന്ധമായിട്ടുള്ള ഒരു രോഗങ്ങൾ ചെറുതായിട്ട് പിടിപെടുന്നത് കാണാനുണ്ട്. അതുപോലെ നീർദോഷങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ
അപ്പോൾ അതിനൊന്ന് മുൻകരുതൽ എടുക്കുക, വിയർപ്പ് തലയെ താഴാതിരിക്കുക, അങ്ങനെ ഓരോ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ ഗൃഹവൈദ്യം പോലത്തെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കും പഠന സംബന്ധമായിട്ട് ഉയർന്ന നിലവാരത്തിൽ തന്നെ എത്തും. ആദ്യം ഒരു അലസത, വർഷം ആദ്യത്തിൽ നിങ്ങൾക്കൊരു മൗഢ്യം വരും, ഒരു അലസത പോലെ, ഒരു അലച്ചിൽ പോലൊക്കെ. പക്ഷേ വർഷം പോകുന്തോറും മധ്യഭാഗം എത്തും തോറും നിങ്ങൾക്ക് അലച്ചിലും അല്ലലും മാറിയിട്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടും, ബിസിനസ് രംഗത്ത് അഭിവൃദ്ധിപ്പെടും. അങ്ങനെ തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ മനപ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മനപ്രയാസമൊക്കെ മാറി ഈ വർഷം സുഖവും ശുഭവുമായിട്ട് എല്ലാ കാര്യങ്ങളും വരും. അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഊഷ്മളം ഉണ്ടാകും, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഊഷ്മളത ഉണ്ടാകും, പ്രണയബന്ധത്തിലുള്ളവർക്ക് വിവാഹത്തിലേക്ക് മംഗളകരമായ കാര്യങ്ങളിലേക്ക് കടക്കും. അതേപോലെ വിവാഹ നിശ്ചയങ്ങൾ, കുടുംബത്തിൽ നല്ല നല്ല മംഗള മുഹൂർത്തങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനും ഒക്കെ ഉള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊത്ത് ഓണം, ക്രിസ്തുമസ്, വിഷു ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഉത്സവ ആഘോഷങ്ങളിലൊക്കെയും പങ്കെടുക്കുവാനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനുഗ്രഹമാമണ്ണം ഊഷ്മളതയൊക്കെ ഉണ്ടാകും. പക്ഷേ ഉറക്കക്കുറവ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഉറക്കക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാകും. ഉറക്കക്കുറവ് ഉണ്ടാകും. ജോലിഭാരം മൂലം, അമിത ജോലിഭാരം മൂലം നിങ്ങൾക്ക് ഉറക്കക്കുറവ് വരാം. അപ്പോൾ അതിന് നിങ്ങൾ അത് മുഖാന്തരം നിങ്ങൾക്ക് കുടുംബത്തിൽ ചെറിയ ചെറിയ ദമ്പതികൾ തമ്മിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഉറക്കക്കുറവ് കുറഞ്ഞാലും നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ യോഗ, ധ്യാനം, മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യുക. ചെറിയ ചെറിയ ലഘു വ്യായാമങ്ങൾ, എക്സസൈസൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്കും ശിവക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്, ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ഈ ശിവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലുക, ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിയെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച തോറും പോകുന്ന ഏറ്റവും ഉത്തമമായിരിക്കും. വെള്ളിയാഴ്ച പോയാലും ഉത്തമമാണ്. എന്നിട്ട് ചുവന്ന പൂക്കളുള്ള മാല ദേവിക്ക് സമർപ്പിക്കാം, ഭാഗ്യസൂക്തം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ ഗ്രഹപ്പിഴയിൽ നിന്നൊക്കെ മാറ്റം വരാവുന്നതാണ്. അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉന്നമനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഉത്തര നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തത് പറയുന്നത് ഉത്രാട നക്ഷത്രമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ അവർക്കും ഈ വർഷം നല്ല സമയമാണ്. കഴിഞ്ഞ വർഷം അവർക്ക് പൊതുവെ ഒരു മൗഢ്യം തന്നെയായിരുന്നു, ഒരു നന്മയും പറയാനായിട്ട് കാണുന്നില്ല. എല്ലാം കൊണ്ടും അവർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ബന്ധത്തിൽ ഒരു ശിഥിലത, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു ദാമ്പത്യ കലഹങ്ങൾ, ഇങ്ങനെയൊക്കെയും ഉള്ള ഒരു വർഷമായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം. സാമ്പത്തികമായിട്ടും ഒരുവിധം ഒരു പുരോഗതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആകെ നിരാശയിലായിരുന്നു. അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് മാറ്റം വരും. കാര്യം ആദിത്യൻ്റെ ഒരു പ്രഭാവം നിങ്ങൾക്ക് ഈ വർഷമുണ്ട്. കാരണം നിങ്ങളുടെ ജന്മദശാകാരകൻ ആദിത്യനാണ്. കാർത്തിക, ഉത്രാടം ആദ്യത്തെ ദശ ജനിച്ച നക്ഷത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വിട്ടൊരിക്കലും ദൈവാനുഗ്രഹം പോകത്തില്ല. ആദിത്യ പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം നിങ്ങൾ ആദിത്യനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം ആദിത്യായ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, കിഴക്കോട്ട് തിരിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന ദിക്കിലെ ആ പ്രഭാവം കണ്ട് ഭഗവാനെ വണങ്ങുന്നത് വളരെ നിങ്ങൾക്ക് നല്ലതാണ്. എല്ലാ നന്മകളും ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഈ വർഷം തൊഴിൽപരമായും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഉയർന്നൊരു സമയം തന്നെയാണ്. കുടുംബത്തിലെ മംഗളകാര്യങ്ങൾ നടക്കും, ദമ്പതികൾ തമ്മിൽ ഊഷ്മളതയുണ്ടാകും. വർഷ ആരംഭത്തിൽ ഒരു ചെറിയ പെശകും കാര്യങ്ങളും ഉണ്ടാകും. കാരണം കുടുംബത്തിൽ ഒന്നെങ്കിൽ മക്കൾ മുഖേനയായിരിക്കാം, അല്ലെ മരുമക്കൾ മുഖേനയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബനാഥൻ മുഖേനയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടാകും. പിന്നെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്തോറും അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഒരു വർഷത്തിൻ്റെ മധ്യാഹ്നമൊക്കെ എത്തുമ്പം ഒരുവിധം നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ റിലീസാകുന്നതായിട്ട് രാശിയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റം വരാം. അപ്പം പിന്നെ ഉദ്യോഗത്തിന് ഒരുങ്ങിയിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഒരു വിവാഹം മുടങ്ങിപ്പോയതും വൈകിപ്പോയിട്ടും ഒക്കെയും വെയിറ്റ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങളൊക്കെ നടക്കേണ്ട ഒരു അവസരം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്നത്. പുതിയ വസ്തു വാങ്ങുക, പുതിയ ഗൃഹം പണിയുക, അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ മോടി കൂട്ടുക,
മെയിൻ്റനൻസ് പണികൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഈ വർഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആദ്യത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരും. പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ ശനിയുടെ ചെറിയൊരു അപഹാരം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ കാർത്തിക ഉത്രാടംകാർക്ക്. അപ്പോൾ ആ ശനിയുടെ അപഹാരം വരുമ്പോൾ ഒന്നെങ്കിൽ അതായി ഉറക്കക്കുറവ് വരിക, ശനിയുടെ ഈ അസ്വസ്ഥത മൂലം ഉറക്കക്കുറവ് വരിക, പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് വരുന്ന പോലെ തോന്നുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടാഴിക വരിക, ശനിയുടെ അപഹാരം മൂലം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് അഭിപ്രായ ഭിന്നതയിലേക്ക് നമുക്ക് പോകാം. ഒരു സമാധാനമായിട്ട് തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആകും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ചസ് ആകും. അങ്ങനെയൊക്കെ ശനിയുടെ അപഹാരം കൊണ്ട് വരാം. എന്നാൽ ശനി നല്ലത് കൊണ്ടിരുന്ന സമയങ്ങളും ഉണ്ട്, ശനി നല്ലത് തന്നെ സംഭവിക്കുന്ന സമയങ്ങളും ഉണ്ട്. അത് പാപഗ്രഹങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ മാത്രമാണ് ഈ ശനിയുടെ അപഹാരമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, കൊടുക്ക വാങ്ങലിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം. ഒരു വരവ് നിങ്ങൾക്ക് ലഭിക്കും, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. പക്ഷെ ചിലവ് അനിയന്ത്രിതമാകും, ചിലവ് കൂടും. അപ്പോൾ ആ ചിലവ് ചുരുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അതിനുള്ള ഒരു പ്രതിവിധി സ്വയം കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. കാരണം അമിത ചിലവ് ആകാതിരിക്കുവാൻ ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചം വരും. അപ്പം അതിനോടൊപ്പം ചിലവ് കൂടുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പക്ഷെ അതിന് പ്രതിരോധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും, ബിസിനസ് പരമായിട്ട് ഉയർച്ച ഉണ്ടാകും, കുടുംബ ഗൃഹാന്തരീക്ഷ ഊഷ്മളമാകും, വിനോദയാത്രകൾ, ഓണം, ക്രിസ്തുമസ്, വിഷു അങ്ങനെയുള്ള ഉത്സവ ആഘോഷങ്ങൾ കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷപരമായിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കുവാനും അനുഗ്രഹം ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് ഈ 2026. അപ്പം നിങ്ങളും ശിവനെ പ്രാർത്ഥിക്കുക, ആദിത്യനെ പ്രാർത്ഥിക്കുക. ഈ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ മന്ത്രം ജപിക്കുക. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന് ആദിത്യ മന്ത്രം അവിടെ കാണും, എഴുതി വെച്ചേക്കും. അല്ലെങ്കിൽ നിങ്ങൾ നവഗ്രഹങ്ങളുടെ ബുക്ക് മേടിച്ച് അവിടെ ഇരുന്ന് സൂര്യൻ്റെ നാമം ജപിക്കുക. എന്തായാലും കിഴക്കോട്ട് തിരിഞ്ഞ് രാവിലെ എഴുന്നേറ്റ പാടെ കിഴക്കോട്ട് തിരിഞ്ഞ് ഓം ആദിത്യായ നമ, ഓം ആദിത്യായ നമ, ഓം അർക്കായ നമ, ഓം രവിയേ നമ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നാമം ജപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വളരെ പ്രാർത്ഥിച്ചിട്ട് ദിവസം ആരംഭിക്കാവുന്നതാണ്. അപ്പം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ 2026 നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. അടുത്ത ദിവസം രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളുമായിട്ട് വർഷഫലങ്ങളുമായിട്ട് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.